മുഹമ്മദ് റഹീസ് കൂടി നമ്മുടെ പറഞ്ഞു. റഹീസ്, എന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അതിന്റെ ഏറ്റവും ആശ്വാസം പ്രതിഫലിച്ച ഇടം അത് GCC രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ GCC രാജ്യങ്ങളോളം ഈ പറഞ്ഞ ചർച്ച ഉറ്റുനോക്കുന്ന മറ്റു രാജ്യങ്ങൾ ഉണ്ടാകില്ല. എന്താണ് ഒരു പ്രതീക്ഷ? ഒരു നയതന്ത്രത്തിലേക്ക് എത്താൻ അവർ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്? അത് എത്രത്തോളം അനിവാര്യമാണ്? സ്വാഭാവികമായിട്ടും നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും അറിയാം, ഈ ആക്രമണം തുടങ്ങുന്നതും ഒപ്പം തന്നെ ഇതിലൊരു താൽക്കാലിക വെടിനിർത്തൽ വരുന്നതും ഒക്കെ അത് ഈ GCC രാജ്യങ്ങളുടെ ഇടപെടൽ കൊണ്ടുകൂടി തന്നെയാണ്. ഈ ആക്രമണം യാതൊരു തരത്തിലും തങ്ങൾക്ക് നേരിട്ട് പങ്കില്ല എന്ന് ഈ ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ പറയുന്നുണ്ട്. അവർ പ്രത്യക്ഷത്തിൽ ഒരു പക്ഷം പിടിച്ചിട്ടുമില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഈ ഗൾഫ് രാജ്യങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വീക്ഷണമാണ് പൊതുവെ ഉള്ളത്. അതിനോടൊപ്പം തന്നെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മുമ്പും അത് അറിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യും. അവർ ഈ ആക്രമണങ്ങളൊക്കെ പരമാവധി ചെറുക്കാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും നാശനഷ്ടങ്ങളുണ്ട്. കുവൈറ്റ് പോലെയുള്ള രാഷ്ട്രങ്ങൾക്ക് നല്ല രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങൾ, ഈ പറയുന്ന ഈ കടൽ വെള്ളം ശുചീകരിക്കുന്ന കേന്ദ്രങ്ങൾ, ഒപ്പം തന്നെ വൈദ്യുത നിലയങ്ങൾ, അതിനൊക്കെയും കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇത്ര തോതിൽ ഇറാൻ ആക്രമിക്കുമോ എന്നുള്ളത് ഈ ഗൾഫ് രാജ്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പക്ഷേ അതിനൊക്കെയും അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു നിഗമനത്തിലേക്ക് എത്തരുത്, ചർച്ച അതിലേക്ക് മാത്രം ഒതുക്കരുത്. ഇനിയുള്ള കാലത്തുകൂടി ഭാവിയിലും ഇത്തരത്തിൽ ഇറാന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ചോദിക്കുകയാണ്. വിദേശകാര്യ ജയശങ്കർ അബുദാബിയിൽ എത്തിയിട്ടുണ്ട്. ഒരു സാധാരണ ഏതൊക്കെ തരത്തിലുള്ള നയതന്ത്ര കൂടിക്കാഴ്ചയ്ക്ക് എത്തിയതാണോ? എന്താണ് യാത്രയുടെ വരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുഹൈൽ, ഈ ആരാണ് ഇത്തരത്തിലൊരു വെടിനിർത്തലിന് ഇടപെട്ടത് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് ഇക്കാര്യത്തിൽ ഒരു നയതന്ത്ര മേഖലയിൽ വലിയൊരു ആധിപത്യം കിട്ടി എന്നുള്ള ഒരു ശരിയാണ്. അതിനോടൊപ്പം തന്നെ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും അന്ന് രാത്രി തന്നെയാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന്റെ അന്ന് രാത്രി തന്നെ അടുത്ത സന്ദർശനം UAE-യിലേക്ക് ഉണ്ടാകും എന്നുള്ളത് ഈ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അത് ഉറപ്പിച്ചു പറയുന്നു. വിദേശകാര്യ മന്ത്രാലയം അത് അറിയിക്കുന്നപ്പോൾ ഇത് കേവലം ഒരു നിസ്സാരമായിട്ടുള്ള ഒരു യാത്രയല്ല. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന്റേതായ പ്രാധാന്യമുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഇതിൽ ഇടപെട്ടതോടുകൂടി ഇന്ത്യക്ക് കിട്ടിയ ഒരു അപ്പർ ഹാൻഡ്, ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഒരു അപ്പർ ഹാൻഡ്, അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഇടിവ് വരരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള സന്ദർശനമാണ്. എന്തായാലും UAE പ്രസിഡന്റ് അടക്കമുള്ളവരുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്യും. സുഹൈൽ, റഹീസാണ് വിവരങ്ങൾ നൽകിയത്. എന്ത് തന്നെയായാലും തിരികെ വരാൻ, യുദ്ധം അവസാനിപ്പിച്ചാലും പഴയ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് GCC രാജ്യങ്ങൾക്ക് തിരികെ വരാൻ അല്പം സമയമെടുക്കും. അത് സാമ്പത്തികമാണെങ്കിലും അവരുടെ നയതന്ത്ര കാര്യങ്ങളിലായാലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.